ട്രേഡ് പഠിക്കാനൊക്കെ നമ്മുടെ കുട്ടികൾക്കൊക്കെ വലിയ ദുരഭിമാനമാണ്. അല്ല, കുട്ടികളെക്കാൾ കൂടുതൽ മാതാപിതാക്കൾക്കാണ് ഈ കാര്യത്തിലൊക്കെ ദുരഭിമാനമുള്ളത്. എല്ലാവരും എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും ഒന്നും പറ്റില്ല. ഡോക്ടറും എഞ്ചിനീയറും ഒക്കെ ആവണമെങ്കിൽ ആ ലെവലിലൊക്കെ വളരെ വലിയ ഒരു കരിയറൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ അക്കാഡമിക്കായിട്ട് വളരെ എക്സലൻ്റ് ആയിരിക്കണം. എല്ലാ കുട്ടികളും ഒന്നും അങ്ങനെയല്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ താഴോട്ടിറങ്ങി ഒരു പോളിടെക്നിക് ഡിപ്ലോമയോ അല്ലെങ്കിൽ ഒരു ITയിൽ പോയിട്ടൊരു ട്രേഡോ ഒക്കെ പഠിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ന് മോഡേൺ ഒരു സാമൂഹിക ജീവിതത്തിൽ തൊഴിലുള്ളവനും പണമുള്ളവനും കഴിവുള്ളവനും വളർച്ചയുള്ളവനെയും ഒക്കെയാണ് എല്ലാവരും ബഹുമാനിക്കുന്നത്. ഇന്നൊരു പ്ലംബറിനെയോ ഒരു മേശിരിയോ ഒരു ആശാരിയോ അല്ലെങ്കിൽ ഒരു മെക്കാനിക്കിനെയോ ഒക്കെ എടുത്താൽ അവർക്ക് തൊഴിലുണ്ട്. അവർ നിരന്തരമായിട്ട് തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് തന്നെ അവർക്ക് ഉയർച്ചയുണ്ട്. അവർക്ക് വലിയ വലിയ ജീവിത സാഹചര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ അതിന് വില കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ. അതിന് വേറെ വഴിയൊന്നുമില്ല. കാരണം ഒരു തോറ്റിരിക്കുന്ന ഒരു എഞ്ചിനീയറിനേക്കാളും പണിയില്ലാതിരിക്കുന്ന ഒരു ഉന്നത പഠനം പഠിച്ച് പണിയില്ലാതിരിക്കുന്ന ഒരാളിനേക്കാളും തൊഴിലുള്ള ഒരു മെക്കാനിക്കോ തൊഴിലുള്ള ഒരു ടൈലറോ തൊഴിലുള്ള ഒരു ബ്യൂട്ടീഷ്യനോ ഒക്കെ തന്നെയാണ് മികച്ച ആൾക്കാർ. അതിനൊരു സംശയമില്ല. ആരാണ് ലോകത്ത് പ്രയോജനമുള്ളവർ, ആർക്കാണ് ലോകത്ത് എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയുന്നത്, ആർക്കാണ് ഒരു പ്രശ്നം പരിഹരിക്കാൻ കഴിയുന്നത്, ആർക്കാണ് ലോകത്ത് ഒരു ഇമ്പോർട്ടൻസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയുന്ന, അവരെയാണ് ലോകം ഇനി മാനിക്കേണ്ടത്. അങ്ങനെ അവരെ മാനിച്ചിട്ടേ ഇനിയും കാര്യമുള്ളൂ. നല്ലൊരു ടൈലറിന് എത്രയോ വലിയ ഒരു കോൺട്രിബ്യൂഷൻ ഈ സമൂഹത്തിൽ കൊടുക്കാൻ കഴിയും. അത് ഒരു പ്രയോജനവും ഇല്ലാതെ കുറേ ഡിഗ്രികളും എടുത്ത് കുറേ ആൾക്കാർ വീട്ടിനുള്ളിൽ ഇരിക്കുകയാണ്. പെര നിറഞ്ഞിരിക്കുന്ന ബിടെക്കുകാരുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും കൂടെ ഒരു വളരെ അക്കാഡമിക് സ്ട്രെയിൻ വേണ്ട മേഖലയിലേക്ക് എല്ലാവരും കൂടെ പോകേണ്ട കാര്യമില്ല. അതുകൊണ്ട് പ്രയോജനമില്ല. ഏറ്റവും ടോപ്പായിട്ട് അക്കാഡമിക് ലെവലിൽ നിൽക്കുന്നവർ അത്തരം കരിയറിൽ പോവുക. അല്ലാത്തവർ ഇച്ചിരൂടെ ഒന്ന് താഴോട്ടിറങ്ങി അവർക്ക് പറ്റുന്ന ഏത് മേഖലയിലെങ്കിലും പോവുക. ഇനി ഒരു ട്രേഡ് പഠിക്കാനാണ് പോകുന്നതെങ്കിൽ ധൈര്യമായിട്ട് പോയിട്ട് അത് പഠിച്ച് അതിലൂടെ നല്ലൊരു കരിയർ ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. ഇതാണ് നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം.